മഹത്തായ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തപോവനത്തിലേക്ക് പുറപ്പെട്ട ദുര്യോധനനെ ഗന്ധർവന്മാർ പിടികൂടി. ഈ വാർത്തയറിഞ്ഞ സൂര്യപുത്രൻ കർണൻ തന്റെ സുഹൃത്തിനെ മോചിപ്പിക്കാൻ അവിടെ എത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഗന്ധർവന്മാരോട് ഏറ്റുമുട്ടിയ കർണൻ തോറ്റു മടങ്ങുകയാണ് ചെയ്തത്. പിന്നീട് പാണ്ഡവർ സൈന്യത്തോടുകൂടിയെത്തി ദുര്യോധനനെ ഗന്ധർവന്മാരിൽ നിന്നും മോചിപ്പിച്ചു. തിരികെ ഹസ്തിനപുരിയിലെത്തിയ ദുര്യോധനൻ നീണ്ട ചിന്തയിലായിരുന്നു. ഗന്ധർവ യുദ്ധത്തിൽ കർണനുണ്ടായ പരാജയം ദുര്യോധനെ വല്ലാതെ അലട്ടി. ഇനി എന്തു ചെയ്താലാണ് തനിക്കും തന്റെ ആത്മമിത്രത്തിനും ശ്രേയസ്സുണ്ടാകുക എന്ന് ദുര്യോധനൻ ചിന്തിച്ചു. ആ സമയം അവിടെ എത്തിയ കർണൻ തന്റെ സുഹൃത്തിനെ ആശ്വസിപ്പിക്കാൻ ആശ്വാസവാക്കുകൾ പറഞ്ഞു. ഒടുവിൽ കർണൻ ഒരു തീരുമാനത്തിലെത്തി. കർണൻ തന്റെ വീര്യം പാണ്ഡവർക്കും അതിലുപരി പിതാമഹൻ ഭീഷ്മർക്കും കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതിനായി കർണൻ തിരഞ്ഞെടുത്ത വഴിയാണ് ദിഗ്വിജയം. കർണൻ പറഞ്ഞു, അല്ലയോ മിത്രമേ, കാടുകളും മലകളും ഉൾപ്പെടെയുള്ള ഭൂമി മുഴുവൻ ഞാൻ ജയിച്ചു വരാം. ബലശാലികളായ പാണ്ഡവന്മാർ 4 പേർ കൂടി ജയിച്ച ഭൂമിയെ ഞാൻ ഒറ്റയ്ക്ക് വിജയിച്ചു വരാം. പിതാമഹൻ ഭീഷ്മർ അത് കാണട്ടെ. യാത്രയ്ക്ക് എന്നെ ഭവൻ അനുവദിക്കണം. നിശ്ചയമായും വിജയം സിദ്ധിക്കുമെന്ന് ഞാൻ ഈ ആയുധം തൊട്ട് പ്രതിജ്ഞ ചെയ്യുന്നു. കർണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദുര്യോധനന് ആത്മവിശ്വാസം വർദ്ധിച്ചു. കർണനെ സർവ്വസന്നാഹത്തോടും കൂടി യാത്രയാക്കാൻ ദുര്യോധനൻ നിശ്ചയിച്ചു. അങ്ങനെ ശോഭനമായ ഒരു മുഹൂർത്തത്തിൽ വിജയാശംസകൾ കേട്ടുകൊണ്ട് ഹസ്തിനപുരിയെ രഥഘോഷത്താൽ മുഴക്കി വില്ലാളി വീരനായ കർണൻ ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. കർണൻ ആദ്യമായി പടവെട്ടാൻ തിരഞ്ഞെടുത്ത രാജ്യം ദ്രുപദപുരമായിരുന്നു. കർണൻ ദ്രുപദനോട് വീരോടെ പോരാടി സ്വർണവും വെള്ളിയും പലവിധ രത്നങ്ങളും കപ്പം വാങ്ങിച്ചു. പിന്നീട് ദ്രുപദ രാജാവിന്റെ അനുഗാമികളായ മറ്റു രാജാക്കന്മാരെയും കീഴടക്കി അവരുടെ കയ്യിൽ നിന്നും കപ്പം വാങ്ങിച്ചു. ശേഷം വടക്കുദിക്ക് ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ച കർണൻ ഹിമാലയത്തിലെത്തി. അവിടുത്തെ പ്രബലരായ രാജാക്കന്മാരെയും അദ്ദേഹം പോരിൽ കീഴ്പ്പെടുത്തി. ശേഷം നേപ്പാളിലെ രാജാക്കന്മാരെ ജയിച്ചതിനു ശേഷം വീരനായ കർണൻ മലയിറങ്ങി കിഴക്കോട്ട് പോയി. പിന്നീട് കർണൻ അംഗം, വംഗം, കലിംഗം, ശുണ്ഡികം, മിഥില, മാഗധം, അവരീശം എന്നീ രാജ്യങ്ങൾ കീഴടക്കി. കിഴക്കൻ രാജ്യങ്ങളെല്ലാം കീഴടക്കിയ കർണൻ ത്രിപുരി, വത്സഭൂമി, മൂർത്തികാവതി എന്നീ രാജ്യങ്ങളിൽ ചെന്ന് കപ്പം വാങ്ങിച്ചു. തുടർന്ന് മഹാരഥൻ കർണൻ തെക്കോട്ട് യാത്ര തിരിച്ചു. അവിടെ രുഗ്മിയോട് കർണൻ പോരിന് ചെന്നു. രുഗ്മിയെ തോൽപ്പിച്ച് കർണൻ അവന്റെ പക്കൽ നിന്നും ധാരാളം സ്വർണവും രത്നങ്ങളും കപ്പം വാങ്ങിച്ചു. ശേഷം പാണ്ഡ്യൻ, ശ്രീശൈലൻ, കേരളൻ, നീലൻ, വേണു എന്നിവരെ സൂര്യപുത്രൻ കീഴടക്കി. കർണന്റെ ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിച്ചു. യവനന്മാർ, ബർബരന്മാർ മുതലായ പശ്ചിമവാസികളെല്ലാം കർണനോട് യുദ്ധം ചെയ്തു നിശേഷം പരാജിതരായി. മ്ലേച്ഛന്മാർ, വനവാസികൾ, പർവ്വതവാസികൾ, രോഹിതന്മാർ, ആഗ്നേയന്മാർ, ഭദ്രന്മാർ, മാളവന്മാർ എന്നീ ഗണങ്ങളും കർണന് കീഴടങ്ങി. അങ്ങനെ 4 ദിക്കുകളിലെയും പല രാജ്യങ്ങളും കീഴടക്കിയ കർണൻ ധാരാളം ധനവും സ്വർണവും രത്നങ്ങളുമായി ഹസ്തിനപുരിയിലേക്ക് യാത്രയായി. ഹസ്തിനപുരിയിൽ തിരിച്ചെത്തിയ സൂര്യപുത്രനെ ദുര്യോധനനും പരിവാരങ്ങളും രാജകീയമായി വരവേറ്റു. വിജയിച്ചു വന്ന കർണനെ പലരും പ്രശംസിച്ചു. എന്നാൽ കർണനെ നിന്ദിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് പർവ്വതങ്ങളും വനങ്ങളും പട്ടണങ്ങളും നഗരങ്ങളും പല രാജ്യങ്ങളും ദ്വീപുകളും ജയിച്ച് നിരവധി രാജാക്കന്മാരെ കീഴടക്കി അക്ഷയമായ ധനം കയ്യിലാക്കി തിരിച്ചു വന്ന കർണൻ ദുര്യോധനനെ കണ്ടതിനു ശേഷം ഗാന്ധാരിയോടൊപ്പം ധൃതരാഷ്ട്രരെ ചെന്ന് കണ്ടു. പുത്രൻ അച്ഛനെ എന്ന വിധം അവൻ ധൃതരാഷ്ട്രരെ തൊഴുതു വണങ്ങി. ധർമ്മജ്ഞനായ കർണനെ ധൃതരാഷ്ട്രർ വാത്സല്യത്തോടെ പുണർന്നു സന്തോഷിപ്പിച്ചു. കർണൻ ജയിച്ചു വന്ന രാജ്യങ്ങളും ധനവും അവൻ ദുര്യോധനന് സമർപ്പിച്ചു. ദുര്യോധനന് സന്തോഷവും പാണ്ഡവരെ തോൽപ്പിക്കാനുള്ള ആത്മവിശ്വാസവും വർദ്ധിച്ചു. തുടർന്ന് ദുര്യോധനന് ഒരു മോഹമുണ്ടായി. പാണ്ഡവർ നടത്തിയ രാജസൂയ യാഗം പോലെ ദുര്യോധനനും ഒരു യാഗം നടത്തണം. പക്ഷേ രാജസൂയ യാഗം നടത്താൻ ദുര്യോധനന് സാധിക്കില്ല. കാരണം ദുര്യോധനന്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ ജീവനോടെയുണ്ട്. കൂടാതെ ദുര്യോധനന്റെ പിതാവ് ധൃതരാഷ്ട്രരും ജീവനോടെ ഇരിക്കുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ട് സുയോധനന് രാജസൂയ യാഗം നടത്താൻ നിവൃത്തിയില്ല. ദുര്യോധനനും കർണനും പുരോഹിതന്മാരുടെ അഭിപ്രായം തേടി. രാജസൂയത്തിന് തുല്യമായ മറ്റ് യാഗങ്ങളെക്കുറിച്ച് പുരോഹിതന്മാർ ദുര്യോധനന് വിവരിച്ചു കൊടുത്തു. അതിലൊന്നാണ് വൈഷ്ണവയജ്ഞം. വിരാട് പുരുഷനായ ഭഗവാൻ മഹാവിഷ്ണു മാത്രമാണ് മുമ്പ് ഈ യജ്ഞം നടത്തിയത്. അങ്ങനെ രാജസൂയ യജ്ഞത്തോട് മത്സരിക്കുന്ന വൈഷ്ണവയജ്ഞം നടത്താൻ കൗരവ പ്രധാനിയായ ദുര്യോധനൻ നിശ്ചയിച്ചു.